കൊറിയൻ ഉപദ്വീപിൽ വീണ്ടും യുദ്ധഭീതി ഉയരുകയാണോ? അമേരിക്കയുടെ ടോമഹോക്ക് മിസൈലുകളുടെ പുതിയ വിന്യാസത്തിന് പിന്നാലെ എന്തുകൊണ്ടാണ് കിം യോ ജോങ് കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്? ഈ നീക്കങ്ങൾ വെറും ശക്തി പ്രകടനമാണോ, അതോ പുതിയ സൈനിക ഏറ്റുമുട്ടലിന്റെ സൂചനയോ? ലോകരാജ്യങ്ങൾ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി പരിശോധിക്കാം. ഞാൻ അഞ്ജിത. കിഴക്കൻ ഏഷ്യ വീണ്ടും ഒരു പുതിയ സുരക്ഷാ പ്രതിസന്ധിയുടെ വക്കിലാണ്. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഭൗമ രാഷ്ട്രീയ മേഖലകളിലൊന്നായ ഈ പ്രദേശത്ത് ജപ്പാന്റെ അതിവേഗ സൈനിക നവീകരണവും അതിന് മറുപടിയായി ഉത്തര കൊറിയ ഉയർത്തുന്ന കടുത്ത മുന്നറിയിപ്പുകളും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം സമാധാനപരമായ പ്രതിരോധ നയത്തിൽ ഉറച്ചുനിന്ന ജപ്പാൻ ഇന്ന് ദീർഘദൂര ആക്രമണശേഷിയുള്ള ആയുധങ്ങൾ സ്വന്തമാക്കുകയും പ്രതിരോധ സേനയുടെ പങ്ക് വിപുലീകരിക്കുകയും ചെയ്യുകയാണ്. ഈ മാറ്റം ടോക്കിയോയുടെ സുരക്ഷാ കാഴ്ചപ്പാടിലെ ചരിത്രപരമായ വഴിത്തിരിവായി വിലയിരുത്തപ്പെടുമ്പോൾ ഉത്തര കൊറിയ അതിനെ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള വെല്ലുവിളിയായാണ് കാണുന്നത്. ഈ സാഹചര്യത്തിലാണ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ സഹോദരിയും ഭരണകൂടത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളുമായ കിം യോ ജോങ് അധിക സൈനിക ഓപ്ഷനുകൾ സ്വീകരിക്കാൻ ഉത്തര കൊറിയ തയ്യാറാണെന്ന മുന്നറിയിപ്പ് നൽകിയത്. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിലാണ് കിം യോ ജോങ് ജപ്പാനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത്. ജപ്പാൻ തങ്ങളുടെ സമാധാനപരമായ പ്രതിരോധ നയം ഉപേക്ഷിച്ച് ആക്രമണശേഷിയുള്ള ഒരു സൈനിക ശക്തിയായി മാറുകയാണെന്നാണ് അവരുടെ ആരോപണം. പ്രത്യേകിച്ച് അമേരിക്ക നിർമ്മിച്ച ടോമഹോക്ക് ക്രൂയിസ് മിസൈലിന്റെ സമീപകാല പരീക്ഷണം ജപ്പാന്റെ പ്രതിരോധ നയത്തിൽ വൻ മാറ്റത്തിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണെന്നവർ ചൂണ്ടിക്കാട്ടി. ടോമഹോക്ക് ക്രൂയിസ് മിസൈൽ ലോകത്തിലെ ഏറ്റവും കൃത്യതയേറിയ ദീർഘദൂര ആക്രമണ ആയുധങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഏകദേശം 1600 കിലോമീറ്റർ അധികം ദൂരെയുള്ള ലക്ഷ്യങ്ങളെപ്പോലും അതിവേഗ കൃത്യതയോടെ ആക്രമിക്കാൻ ഇതിന് കഴിയും. അടുത്തിടെ പസഫിക് സമുദ്രത്തിലെ ജപ്പാന്റെ ഏജിസ് ഡിസ്ട്രോയർ ആയ ചോക്കായിൽ നിന്ന് ഈ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതിനെ ഉത്തര കൊറിയ വെറും സാങ്കേതിക പരീക്ഷണമായി കാണുന്നില്ല. മറിച്ച് ഭാവിയിൽ ശത്രു രാജ്യങ്ങൾക്കെതിരെ മുൻകൂർ ആക്രമണം നടത്താനുള്ള ജപ്പാന്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന നീക്കമായാണ് ഉത്തര കൊറിയ ഇതിനെ വിലയിരുത്തുന്നത്. ഈ പ്രസ്താവനയ്ക്ക് തൊട്ടു മുൻപ് ജപ്പാൻ പുറത്തിറക്കിയ ഏറ്റവും പുതിയ പ്രതിരോധ ധവളപത്രവും ഉത്തര കൊറിയയുടെ പ്രതിഷേധത്തിന് പ്രധാന കാരണമായി. വാർഷികമായി പ്രസിദ്ധീകരിക്കുന്ന ഈ രേഖയിൽ ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളെ ജപ്പാന്റെ പ്രധാന സുരക്ഷാ വെല്ലുവിളികളായി ടോക്കിയോ വിശേഷിപ്പിച്ചിരുന്നു. ഇതോടൊപ്പം ദീർഘദൂര മിസൈൽ ശേഷി വികസിപ്പിക്കുക, സൈനിക ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുക, അമേരിക്കയുമായുള്ള സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുക, സൈബർ സുരക്ഷയും ബഹിരാകാശ പ്രതിരോധ സംവിധാനങ്ങളും വികസിപ്പിക്കുക തുടങ്ങിയ പദ്ധതികളും ധവളപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ പിന്തുടർന്ന പ്രതിരോധ കേന്ദ്രീകൃത നയത്തിൽ നിന്ന് വലിയ മാറ്റമാണ് ഇതിലൂടെ പ്രകടമാകുന്നതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ടോമഹോക്ക് മിസൈലുകളുടെ വിതരണം, അവ വിന്യസിക്കുന്നതിനായി ജാപ്പനീസ് യുദ്ധക്കപ്പലുകളിൽ വരുത്തുന്ന സാങ്കേതിക മാറ്റങ്ങൾ, സംയുക്ത മിസൈൽ പരീക്ഷണങ്ങൾ എന്നിവയെല്ലാം അമേരിക്കയുടെ പിന്തുണയോടെ ആണെന്നാണ് ഉത്തര കൊറിയയുടെ വാദം. മെയ് മാസത്തിൽ ഫിലിപ്പീൻസിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൽ ജപ്പാൻ സജീവമായി പങ്കെടുത്തതും കിം വിമർശിച്ചു. വിദഗ്ധരുടെ വിലയിരുത്തലിൽ പുതിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ, ആണവായുധ വികസനം, ഹൈപ്പർസോണിക് മിസൈൽ വിന്യാസം, സമുദ്ര അതിർത്തിയിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ നടപടികൾ ഇതിൽ ഉൾപ്പെട്ടേക്കാം. ജപ്പാന്റെ പുതിയ സുരക്ഷാ നയത്തിന് പിന്നാലെ പ്രധാന കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉത്തര കൊറിയ തുടർച്ചയായി നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളാണ്. പല ഉത്തര കൊറിയൻ മിസൈലുകളും ജപ്പാന്റെ വ്യോമ അതിർത്തിക്ക് മുകളിലൂടെ സഞ്ചരിച്ചതും ജാപ്പനീസ് ജനതയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഇതോടൊപ്പം കിഴക്കൻ ചൈന കടലിലും തായ്വാൻ കടലിടുക്കിലും ഉള്ള ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യവും റഷ്യയുമായുള്ള തന്ത്രപ്രധാന സഹകരണവും ജപ്പാനെ പ്രതിരോധ നയം പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുമായി ചേർന്ന് കൂടുതൽ ശക്തമായ പ്രതിരോധ ശേഷി വികസിപ്പിക്കാൻ ടോക്കിയോ തീരുമാനിച്ചത്. അതേസമയം ഉത്തര കൊറിയയുടെ പ്രതികരണം വെറും വാക്കുകളിൽ ഒതുങ്ങുമോ എന്നതാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ രൂപം കൊള്ളുന്ന സാഹചര്യം കിഴക്കൻ ഏഷ്യയിലെ സുരക്ഷാ സമവാക്യത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഒരു വശത്ത് ജപ്പാൻ സുരക്ഷ ശക്തിപ്പെടുത്താൻ സൈനിക ശേഷി വികസിപ്പിക്കുമ്പോൾ മറുവശത്ത് അതേ നടപടികളെ ആക്രമണാത്മക നീക്കങ്ങളായി കണ്ട് ഉത്തര കൊറിയ കൂടുതൽ ശക്തമായ സൈനിക പ്രതികരണത്തിന് തയ്യാറെടുക്കുകയാണ്.
ഇതോടെ പ്രദേശത്ത് ആയുധ മത്സരത്തിന് വീണ്ടും വേഗം കൂട്ടാനുള്ള സാധ്യത ഉയരുന്നു. നയതന്ത്രപരമായ ചർച്ചകൾക്ക് പകരം പരസ്പര സൈനിക മുന്നറിയിപ്പുകളും ആയുധ വികസന മത്സരവും ശക്തമായാൽ ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും നിർണായകമായ ഈ മേഖലയിൽ സ്ഥിരത നിലനിർത്തുന്നത് കൂടുതൽ പ്രയാസകരമാകുമെന്ന ആശങ്ക വിദഗ്ധർ പ്രകടിപ്പിക്കുന്നു. ജപ്പാന്റെ പുതിയ പ്രതിരോധ നയവും ഉത്തര കൊറിയയുടെ കടുത്ത മുന്നറിയിപ്പും വെറും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമല്ല. അമേരിക്ക, ചൈന, റഷ്യ, ദക്ഷിണ കൊറിയ എന്നിവയും നേരിട്ടോ പരോക്ഷമായോ ബന്ധപ്പെട്ടിരിക്കുന്ന വിശാലമായ ഭൗമരാഷ്ട്രീയ മത്സരത്തിന്റെ ഭാഗമാണിത്. അതിനാൽ വരും മാസങ്ങളിൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന ഓരോ സൈനിക നീക്കവും നയതന്ത്ര പ്രതികരണവും കിഴക്കൻ ഏഷ്യയുടെ ഭാവിയെ മാത്രമല്ല ആഗോള സുരക്ഷാ സാഹചര്യത്തെയും ഗണ്യമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്.